രണ്ടാമതായി പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിൽ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ സവിശേഷത, ഒരിക്കലും എത്ര ഗവേഷണം നടന്നാലും തെറ്റുപറ്റാത്ത വസ്തുതകളാണ് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ ഇണകളെ കുറിച്ചുള്ള പരാമർശം. ഖുർആനിൽ ഇണകളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ കുറിച്ച് പറയുന്നുണ്ട്, ജന്തുക്കളിൽ നിന്നുള്ള ഇണകളെ കുറിച്ച് പറയുന്നുണ്ട്, സസ്യങ്ങളിൽ നിന്നുള്ള ഇണകളെ കുറിച്ച് പറയുന്നുണ്ട്, ഫലമൂലാദികളിലുള്ള ഇണകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട് ഖുർആനിൽ. അപ്പോ ഇപ്പോ അക്കാലഘട്ടത്തിൽ മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. അതേപോലെ തന്നെ ചിലപ്പോ ജന്തു ജീവജാലങ്ങളിലെ ഇണകളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. സസ്യങ്ങളിലുള്ള ഇണകളെ കുറിച്ച് പറഞ്ഞാൽ അന്ന് വേണ്ടത്ര മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ സസ്യങ്ങളുടെ ഇണകളെ കുറിച്ചുള്ള ബോധമുണ്ടായി. എന്നാൽ ഖുർആനിൽ പറയുന്ന നോക്കുക നിങ്ങൾ, സൂറത്ത് യാസീനിലെ 36-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വചനം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അഥവാ അല്ലാഹു എത്ര പരിശുദ്ധൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവൻ. അവൻ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്നതിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത അവർക്കറിയാത്ത വസ്തുക്കളിലും പെട്ട ഇണകളെ സൃഷ്ടിച്ചവൻ. അവർക്കറിയാത്ത വസ്തുക്കളിലെ ഇണകളാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരം എന്നുള്ള വസ്തുത ഇന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം തന്നെ ഇണകളായിട്ടാണ്, സൗജീയത്തിലാണ്, ഇണാത്മകമായിട്ടാണ്, അഥവാ പാരസ്പര്യത്തോടെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള വസ്തുത ഇന്ന് എല്ലാ വസ്തുക്കളിലും ഇണകൾ എന്നുള്ള അടിസ്ഥാന തത്വം, വൈരുദ്ധ്യാത്മകതയിലാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞിരുന്ന സൈദ്ധാന്തികന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഭൗതിക ശാസ്ത്രത്തിന്റെ ലോകത്ത് അത്തരം സൈദ്ധാന്തികന്മാർക്ക് വിലാസം തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമുക്കറിയാം, വ്യത്യസ്ത വസ്തുക്കളുടെ പാരസ്പര്യത്തിലാണ്, ഇണകളായിട്ടാണ് എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണെന്നുള്ളതാണ് സത്യം. നിങ്ങൾ നോക്കുക, വളരെ ചുരുക്കത്തിൽ ആറ്റത്തിന് അകത്തുള്ള ആറ്റമാണല്ലോ നമ്മുടെ പ്രപഞ്ച പദാർത്ഥ സങ്കല്പത്തിന്റെ ഏറ്റവും ചെറിയ പാർട്ടികളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആറ്റാണ്. ആറ്റത്തിന്റെ നിലനിൽപ്പിന് പിന്നിൽ ഇലക്ട്രോണും പ്രോട്ടോണും ആകുന്ന ഇണകളുടെ പാരസ്പര്യമാണുള്ളത്, മ്യൂച്വാലിറ്റിയാണുള്ളത് നമുക്കറിയാം. ഇനി ഇലക്ട്രോണിനകത്തേക്ക് നമ്മൾ പോകുമ്പോഴോ വേവ് പാർട്ടികൾ ഡൈക്കോട്ടമിയാണ്. നമ്മൾ പഠിക്കും കണിക തരംഗ ദ്വൈത സ്വഭാവം, അങ്ങനെയാണ് മലയാളത്തിൽ പറയാന്നാണ് എന്റെ അറിവ്. കണിക തരംഗ ദ്വൈത സ്വഭാവം, ഈ വേവ് പാർട്ടിക്കിൾ ഡൈക്കോട്ടമി അഥവാ കണികയുടെയും തരംഗത്തിന്റെയും വിരുദ്ധമെന്ന് തോന്നിക്കുന്ന സ്വഭാവങ്ങളെ അതിസൂക്ഷ്മ തലത്തിൽ ഇലക്ട്രോണിൽ ഇണചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ പ്രോട്ടോണുകളുടെ അടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, പ്രോട്ടോണുകളുടെ അടിയിൽ കോർക്ക്, ആന്റി കോർക്ക്, ഇൻഫ്രാറെഡ് സ്ലൈവറിയാണ് നിലനിൽക്കുന്നതാണ്. കോർക്കുകളും ആന്റി കോർക്കുകളും, കോർക്ക് ആന്റി കോർക്ക് എന്ന ഇണകൾ തമ്മിൽ നിലനിൽക്കുന്ന ഒരു തരം അടിമത്വമാണ് യഥാർത്ഥത്തിൽ പ്രോട്ടോണുകളുടെ നിലനിൽപ്പിന് പിന്നിൽ കാരണം. അപ്പൊ ഞാനിതോട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബേസിക് അടിസ്ഥാന തലങ്ങളിൽ മുതൽ ഇണകളുടെ പാരസ്പര്യം നമുക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർക്കറിയാത്ത വസ്തുക്കളിൽ പോലും ഇണകളെ സൃഷ്ടിച്ച, ഇന്നലെ അറിയാത്ത വസ്തുക്കളെ ഇന്ന് നമ്മൾ അറിയുമ്പോൾ അവയിലെ ഇണകളെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നറിയാത്ത വസ്തുക്കളെ നാളെ നമ്മൾ അറിയുമ്പോൾ അവയിലെ ഇണകളെ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ ഇണകളുടെ പാരസ്പര്യത്താലാണ് നിലനിൽക്കുന്നത് എന്ന വസ്തുത നാം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യം.